ഏറ്റവും ടൈറ്റ് പോരാട്ടങ്ങൾ നടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായത് തലസ്ഥാന ജില്ല തന്നെയാണ്. അവിടെ തലപ്പാവ് അണിയുന്നത് ആരാണ്? അവിടെ നമുക്ക് പ്രധാനപ്പെട്ടത് നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. റോഷ്നി, എന്താണ് കണക്കുകൾ കഴിഞ്ഞ തവണത്തേത്? തലപ്പത്താരാണ് എത്തുക എന്നുള്ളതിന് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നോക്കൂ, 2021 നിലവിലെ സിറ്റിംഗ് നില ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആകെയുള്ള 14 സീറ്റിൽ 13 LDFിന്റെ കയ്യിലാണ്. കോവളം മാത്രം എം വിൻസെന്റ് UDFിന്റെ കയ്യിൽ ഒരേ ഒരു സീറ്റേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അതൊന്ന് കണക്കുകൾ വിശദമായി തന്നെ നമുക്ക് നോക്കേണ്ടത്. നോക്കൂ, LDFിന്റെ കയ്യിൽ 10 ഉണ്ടായിരുന്നു. UDFിന് കുറച്ച് ക്ഷീണം തന്നെയാണ്, 2 എന്നുള്ള സാധ്യതയിലേക്കാണ് എത്തിയത്. NDAയുടെ വളർച്ച അത് പ്രധാനപ്പെട്ടതായിരുന്നു. പ്രത്യേകിച്ച് കോർപ്പറേഷൻ വരെ പിടിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുക്കം BJPയുടെ സാധ്യതകൾ പരിശോധിക്കുമ്പോഴും അവരുടെ ഒരു പ്രതീക്ഷ കുറച്ചു കുറഞ്ഞിട്ടുണ്ടെങ്കിലും 2 സീറ്റുകൾ എന്ന് പറയുന്നതും തലസ്ഥാനത്താണുള്ളതിൽ കഴക്കൂട്ടവും നിയമമൊക്കെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. അപ്പോൾ ഈ BJPക്ക് എത്ര വോട്ടുകൾ കിട്ടുന്നു, എത്ര സീറ്റുകൾ കിട്ടുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എത്ര UDFിന് എത്ര NDAക്ക് ഉറ്റുനോക്കുകയാണ് കേരള രാഷ്ട്രീയം. അപ്പോൾ TV പ്രസാദിനോട് ചോദിക്കാം. പ്രസാദ്, ഈ തലസ്ഥാനം ആര് പിടിക്കും? അവർ കേരളം ഭരിക്കും, ഇതാണ് ഒരു ട്രെൻഡ്. കഴിഞ്ഞ തവണയൊക്കെ ഇടതിനൊപ്പമായിരുന്നു, ഇത്തവണ UDFിന് കൂടുതൽ സീറ്റുകൾ നേടണം. അതോടൊപ്പം ഈ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം അങ്ങനെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ BJPയും പ്രതീക്ഷ വെക്കുന്നു. എന്ത് സംഭവിക്കും തലസ്ഥാനത്ത്? പ്രസാദ്, ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി മറിയുന്ന ജില്ലയാണ് തിരുവനന്തപുരം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇടതുമുന്നണിക്ക് തുടർഭരണം സമ്മാനിച്ച കഴിഞ്ഞ വർഷം ഒരു മാറ്റമില്ലാതെ തുടർന്നു. അതായത് കോവളം മാത്രം ആകെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റ എണ്ണം മാത്രമായിരുന്നു UDFിന്റെ കയ്യിലെങ്കിൽ ഇത്തവണ കളി മാറും എന്നാണ് UDF പറയുന്നത്. LDFും ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ നേട്ടമുണ്ടാകില്ല എന്ന് തന്നെയാണ് LDF നേതാക്കൾ സ്ഥിരീകരിക്കുന്നത്. പക്ഷേ UDF പറയുന്നത് ഒരു വലിയ വളർച്ച തിരുവനന്തപുരത്ത് ഉണ്ട് എന്നതാണ്. മാത്രവുമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർണായകമായ മണ്ഡലങ്ങൾ നിൽക്കുന്ന ജില്ല അത് തിരുവനന്തപുരമാണ്. അതിലൊന്ന് തിരുവനന്തപുരത്തെ നേമമാണ്. 2 അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് കഴക്കൂട്ടമാണ്. 3 തിരുവനന്തപുരം സെൻട്രലാണ്. ഈ 3 മണ്ഡലങ്ങളിലും ജയിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം BJP പങ്കുവയ്ക്കുന്നു. വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് UDF പറയുന്നു. LDF ക്യാമ്പാണെങ്കിൽ അത്രയ്ക്കൊന്നും മോശമാകില്ല എന്ന ആത്മവിശ്വാസവും പങ്കുവയ്ക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തിരുവനന്തപുരം ആർക്കൊപ്പമാണോ അവരായിരിക്കും സർക്കാർ ഉണ്ടാക്കുക എന്നൊരു രീതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട്. അത് തുടരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം.